ഈ അടപ്പില്ലേ, ഇതാണ് ഇതിൻ്റെ അടപ്പ്. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഈ അടപ്പൊക്കെ തുറന്ന് വെച്ചേക്കാം. അപ്പം ഇത് എവാപ്പറേറ്റ് ചെയ്ത് വെക്കോളും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു മിനി ടില്ലറാണ്. അതിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാം. സാറേ, ഇതെന്ത് മെഷീൻ ഇത്? ഇത് നമുക്ക് ഒരു മിനി ടില്ലർ എന്ന് പറയും. മിനി ടില്ലർ. മിനി ടില്ലർ. ഇതിൻ്റെ ബ്ലേഡ് ആണ്. ഇത് ഇങ്ങനെ കറങ്ങും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലേഡ് കറങ്ങിയാൽ ഒരടി 1.5 അടി വരെ താത്തും. ഇത് മണ്ണിളക്കാൻ പറ്റും നമുക്ക്. അത് നമ്മൾ ചെയ്യുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് പുല്ല് വെട്ടുന്ന മെഷീനില്ലേ, ഗ്രാസ് കട്ടർ, അതിനുപയോഗിക്കുന്ന ചൂറ്റി ഓയിലും പെട്രോളും കൂടി മിക്സ് ചെയ്താണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിന് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ. ഇത് ഇപ്പോൾ ഈ ആക്സിലേറ്റർ കൊടുത്തു കഴിയുമ്പോഴത്തേനും ആ ബ്ലേഡ് നന്നായിട്ട് കറങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ അങ്ങനെ കൊണ്ടുപോയി മതി. ഇങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേനും മണ്ണിങ്ങനെ ഇളകി പോകും. അത് നമുക്ക് നിരപ്പായ സ്ഥലത്തോടെ വരത്തുള്ളൂ. എവിടെ ചെയ്യാം. ഇതിപ്പോൾ നമുക്കുണ്ട് ഇങ്ങനെ കറങ്ങാം. ഇതിങ്ങനെ കറങ്ങി ചെയ്യാം. നമുക്ക് ഇത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അല്ലേ? അതിന് ഇതിങ്ങനെ അഡ്ജസ്റ്റബിളാണ്. ഇതുണ്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റബിളാണ്. അപ്പോൾ ഇച്ചിരി ഉയർന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒന്ന് കുരിഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നിരപ്പാണെങ്കിൽ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇത് ഒരു 1 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും. ഇതിന് വില ഏതാ? ഇതിന് അന്ന് 22,000 രൂപ ആയതാണ്. ആണല്ലേ? അന്ന് സബ്സിഡി വില കിട്ടിയായിരുന്നു? ഇല്ല, സബ്സിഡി ഒന്നും ഇല്ലായിരുന്നു. അന്നില്ലായിരുന്നു. ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സബ്സിഡി ഇത് എത്ര വർഷമായി മേടിച്ചിട്ട്? ഇത് ഒരു 10 വർഷമായി. 10 വർഷമായി. ഇതിപ്പോൾ ഈ വേനൽക്കാലം ആകുമ്പോഴേ പയറ്, പടവല ഇങ്ങനെയുള്ള കൃഷിയൊക്കെ കണ്ടിട്ട് നമുക്കൊരു ഒരടി മണ്ണ് താന്ന് കിട്ടിയാൽ, ഒരടി കൂടുതൽ മണ്ണ് താന്നാൽ ഈ വളം മണ്ണിൽ കിട്ടിയല്ല, ഈ വേരുകൾ ഇടിക്കില്ല. ആ വേസ്റ്റാണ് വളം. അതാണ് ഈ JCB കൊണ്ടൊക്കെ കളിപ്പിച്ചിട്ട് ഓരോരുത്തർ കൃഷി ചെയ്യും. കാരണം അതിൻ്റെ അകത്തൊന്നും ഉണ്ടായാലത്തിൻ്റെ കാരണം ഇതാണ്, ഈ വളമില്ല. നമ്മൾ ഇട്ടേക്കുന്ന വളമെല്ലാം അടിയിലേക്ക്. കപ്പയൊക്കെ നടാൻ നേരത്ത് ഇതുകൊണ്ട് സൂപ്പർ സാധനം. ഇതിപ്പോൾ നമ്മൾ ഒരു ഇങ്ങനെ കൊണ്ടുപോയി കൂട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ക്രോസായിട്ട് ഇവിടെ ഒന്ന് പൂട്ടണം. ഇങ്ങനെ പൂട്ടുകൊണ്ട് ക്രോസായിട്ട് കൂട്ടുമ്പോഴത്തേനും നല്ല അവലോസ് കൂടിയ പോലെ ആയിക്കോളും മണ്ണ്. അത് പിന്നെ ഇച്ചിരി ഈർപ്പം കുറഞ്ഞ മണ്ണാണെങ്കിൽ പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ ഇതൊരു വളരെ ഉപയോഗപ്രദമായ കാര്യം. ഇതിപ്പോൾ എല്ലാം കൂടി ഒരു 10 കിലോ വരുന്നുള്ളൂ. ഈ പെട്രോളും എല്ലാം കൂടെ ഒരു 10 കിലോ താഴെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് കണ്ടോ, ഒരു കൈക്ക് പിടിച്ചോണ്ട് ഇതിനെ എടുത്തോണ്ട് പോകാം. ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോകാനുള്ളൂ അല്ലേ? ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോകാനുള്ളൂ. പിന്നെ ഇത് തന്നെ ഇവിടെ നമുക്ക് ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ വീടിൻ്റെ ഇത് കണ്ടോ, ഇത് നമുക്ക് ഇവിടെ തുളയിട്ടേക്കണ ഉണ്ടോ, ഇത് ഇങ്ങോട്ട് കയറ്റുന്നതിനനുസരിച്ച് ഇതിൻ്റെ പൊക്കം കയറി വരും. അപ്പോൾ ഇച്ചിരി കൂടിയ സ്ഥലം ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് പിടിച്ചാൽ മതി. ഈ ആക്സിലേറ്റർ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല സ്പീഡിൽ കറങ്ങിക്കും. അപ്പോൾ പറഞ്ഞ സെക്കൻഡിൽ പണി ചെയ്തു, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഒന്ന് പരിശീലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഡ്രൈവിങ്ങൊക്കെ ആദ്യം പഠിക്കുമ്പോൾ നമുക്കൊരു പേടിയില്ല. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്പെർട്ടായി. അത് തന്നെ സംഭവം. ഇത് നമുക്ക് ആദ്യമൊക്കെ ഇച്ചിരി ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭയപ്പെടാനൊന്നുമില്ല. ഇത് നമ്മൾ പിന്നെ വല്ലപ്പോഴൊക്കെ ഇതിൻ്റെ ഈ സ്ക്രൂ ഈ നട്ട് ബോൾട്ടൊക്കെ ഒന്ന് തപ്പി നോക്കണം. ഇത് പിന്നെ ലൂസായിട്ടുണ്ടോയെന്നുള്ളത്. പിന്നെ ലൂസായിട്ടൊക്കെ ഒന്ന് മുറുക്കിയിടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കിത് പിന്നെ ഈ സർവീസിങ്ങിന് കൊണ്ടുപോകണമെങ്കിലും ഇതെല്ലാം അഴിച്ചെടുക്കും. ഈ സാധനം മാത്രമായിട്ട് കൊണ്ടുപോകാം. ഇതെല്ലാം ഈ സ്റ്റാൻഡൊന്ന് ഓരോ പാർട്സ് ആയിട്ട് അഴിച്ചെടുക്കാം. ഇത് ഈ മെഷീനെല്ലാം കൂടെ ഒറ്റ ഇതാണ്. അതിന് ഇവിടെ ഉള്ളതുണ്ട് 2 നട്ട് ബോൾട്ടുണ്ട് ഇവിടെ. ഇത് ഈ മെഷീൻ പാർട്ടില്ലേ, അല്ല ഇതിങ്ങനെ അഴിച്ചെടുത്താൽ മതി. ഇത്രയും കൊണ്ടുപോകണം. ഇത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ടയർ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സർവീസിനുണ്ട്. ഞാനൊരു ട്രിപ്പ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം അവിടെ കൊണ്ടുപോയി പിന്നെ സർവീസ് ചെയ്യല്ലേ. ഇത് എത്ര കാലം വേണമെങ്കിലും അങ്ങനെ സർവീസ് ചെയ്താൽ ഇരുന്നോളും. അന്നേരം അവർ ഇച്ചിരി എണ്ണയൊക്കെ ഇട്ട് തരും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പെട്രോളും ഈ ഇതുണ്ടല്ലോ, എണ്ണ ഒരിക്കലും ഇത് സ്റ്റോക്ക് ചെയ്യല, തീർത്ത് വെക്കാവുള്ളൂ. എണ്ണ അതിനകത്ത് കിടക്കാൻ പാടില്ല. അതിനിത് പിന്നെ തീർന്നു കഴിഞ്ഞിട്ട് ഈ അടപ്പില്ലേ, ഇതാണ് ഇതിൻ്റെ അടപ്പ്. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ അടപ്പൊക്കെ തുറന്ന് വെച്ചേക്കാം. അപ്പം ഇത് എവാപ്പറേറ്റ് ചെയ്ത് വെക്കോളും. പെട്രോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം നല്ലൊരു പിന്നെ ഉണങ്ങിയ പ്രതലം അതിനകത്തുണ്ടാകും. ഇപ്പോൾ പെട്രോൾ ഒഴിക്കപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യമുള്ള കുറച്ച് പെട്രോൾ കുപ്പി കൂട്ടിക്കൊണ്ട് പോകും. ഞാൻ ആ കുപ്പി കൂട്ടിക്കൊണ്ട് പോയിട്ട് നിറച്ചൊഴിക്കുകയാണ് പെട്രോൾ. നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് പിന്നെ ചിലപ്പോൾ കുറച്ച് മിച്ചം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിർത്തി കഴിയുമ്പോൾ ആ പെട്രോൾ പറ്റി കഴിയുമ്പോൾ സംഗതി അങ്ങ് ഓഫായിക്കോളും.
അത് കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ട് ചൂടാറി കഴിയുമ്പോൾ എടുത്ത് ഒരു 10 രൂപ കാച്ചി. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇതിൻ്റെ പഴക്കം. ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം സർവീസിങ്ങിന് പോയുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അന്ന് ഈ പിന്നെ ഗ്രാസ് കട്ടറിന് ഉപയോഗിക്കുന്ന മിക്സ് ചെയ്ത ഓയിൽ ഒഴിക്കേണ്ടത് അതെനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ പെട്രോളിൽ തന്നെ ഓടിച്ചുകൊണ്ടിരുന്നത്. അന്നേരം അവർ പറഞ്ഞു ഇതാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവർ സർവീസ് ചെയ്ത് അത് നിന്ന് പോകുമായിരുന്നു. ഈ സംഗതി സ്റ്റാർട്ട് ചെയ്ത് മിക്സ് അത് നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ അവർ പറഞ്ഞത് ഈ രണ്ടും കൂടെ കൂട്ടിയുള്ള ഓയിൽ ഒഴിച്ചെങ്കിലേ പറ്റുള്ളൂ. അതായത് 1 ലിറ്റർ പെട്രോളിന് അതൊരു 100 മില്ലി. അപ്പം മിനി ട്രില്ലർ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. സാറ് പറഞ്ഞ കാര്യം ഇതിനകത്ത് ഒഴിക്കുന്ന പെട്രോൾ തന്നെ ഒഴിക്കരുത് അല്ലേ? പെട്രോളല്ല, ട്യൂറ്റി ഓയിൽ. അതായത് ഗ്രാസ് കട്ടറിന് ഒഴിക്കുന്ന ഓയിൽ വേണം ഇതിന് ഒഴിക്കാൻ. ഈ 4 സ്ട്രോക്ക് എഞ്ചിനുണ്ട്. ഇത് 4 സ്ട്രോക്ക്, ഇത് 2 സ്ട്രോക്കാണ്. 4 സ്ട്രോക്ക് എഞ്ചിനാണെന്നുണ്ടെങ്കിൽ പെട്രോൾ മാത്രം നേരിട്ട് ഒഴിക്കാം. അപ്പോൾ അതിച്ചിരി വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു 10 തടം പാവലിന് തടം എടുക്കണോ അല്ലെങ്കിൽ ചേനയ്ക്ക് കുഴി എടുക്കണമെങ്കിൽ ഇതും കൊണ്ട് അങ്ങ് എന്നിച്ച് ഇങ്ങനെ അങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഒരു കറക്ക് 1 മിനിറ്റ് കൊണ്ട് കുഴി റെഡിയായി. വേറെ എൻ്റെ ഏതായാലും കുഴി റെഡിയാകുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വലിച്ച് ചെയ്യുമ്പോഴത്തേനും എല്ലാം മണ്ണെല്ലാം ഇളകാൻ സൂപ്പറാകും. എണ്ണായിരത്തിൽ കുറച്ച് കരിയിലയും വാരിയിട്ട് കുറച്ച് ചാണകപ്പൊടിയും വാരിയിട്ട് കഴിയുമ്പോൾ വെള്ളം കൂടെ ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു കമ്പോസ്റ്റ് വളമായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.